മലപ്പുറത്ത് CPIയും CPI പോര്. വെട്ടത്തൂർ പഞ്ചായത്തിൽ പരസ്പരം മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടികൾ. എന്താണ് CPM എന്ന് CPMന് കാണിച്ചു കൊടുക്കാമെന്ന് CPI വെട്ടത്തൂർ ബ്രാഞ്ച് സെക്രട്ടറി മൻസൂർ. 16-ാം വാർഡിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കും. ബാക്കി വാർഡുകളിൽ UDFനെ പിന്തുണയ്ക്കാനും തീരുമാനമായി. അതിനിടെ മഞ്ചേരി നഗരസഭയിൽ 20-ാം വാർഡിൽ LDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്തതിനാൽ സ്ഥാനാർത്ഥിയെ മാറ്റി. അവർ പറയുന്നത് എന്ത് CPI എന്നാണ്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ എന്താണ് CPI എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശക്തമായി CPMനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തും, മത്സരിക്കും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരെ ദയനീയമായി പരാജയപ്പെടുത്താനുള്ള ഒരുക്കങ്ങളായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, എന്ത് CPI എന്നുള്ളത് നേരത്തെ ചോദിച്ചതാണ്. അപ്പോൾ അതിനുള്ള മറുപടിയാണോ CPI കൊടുക്കാൻ പോകുന്നത്? ചുരുക്കത്തിൽ CPMും CPIയും കൂടി കൂട്ടിയിടിച്ച് UDF അവിടെ ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? അരുൺ, അത്തരമൊരു സാധ്യത തന്നെയാണുള്ളത്. കാരണം നേരത്തെ LDF ഭരിച്ച ചരിത്രമൊക്കെ തന്നെയുണ്ട് വെട്ടത്തൂർ പഞ്ചായത്ത്. പിന്നീട് ഈ തമിഴ്നാട് രൂക്ഷമായതോടുകൂടി തന്നെയാണ് ഭരണം UDF മൃഗീയമായ ഭൂരിപക്ഷത്തിൽ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇത്തവണയും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വെട്ടത്തൂരിൽ CPIയും CPMും തമ്മിലുള്ള മുന്നണി ബന്ധം പാടെ തകർന്നു എന്നുള്ളത് മാത്രമല്ല, പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടാണ് രണ്ട് വിഭാഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് CPIയെ CPM അപമാനിച്ചു എന്നുള്ളതാണ് CPI ഉന്നയിക്കുന്ന ആരോപണം. വെട്ടത്തൂർ പഞ്ചായത്തിൽ എന്ത് CPI ആണ് എന്നുള്ളൊരു ചോദ്യം CPM നേതാക്കൾ ചോദിച്ചു എത്ര. അതുകൊണ്ട് തന്നെ വെട്ടത്തൂർ പഞ്ചായത്തിൽ CPI എന്താണ് എന്നുള്ളത് CPMനെ പാഠം പഠിപ്പിക്കും, CPMനെ ദയനീയമായി പരാജയപ്പെടുത്തും എന്നുള്ളതാണ് CPIയുടെ ഇപ്പോഴത്തെ അവകാശവാദം. മാത്രമല്ല, ഇത്തവണ സീറ്റ് വർദ്ധിപ്പിച്ച് 19ഓളം സീറ്റുകളുണ്ട് വെട്ടത്തൂർ പഞ്ചായത്തിൽ. ആ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കാനും തീരുമാനിച്ചു. മറ്റ് വാർഡുകളിൽ CPMന് ബദലായി CPMനെ തോൽപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ UDFനെ പിന്തുണയ്ക്കാനാണ് CPI തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിചിത്ര കൈകൊടുക്കൽ കൂടി ഇപ്പോൾ വെട്ടത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം ജില്ലയിലെ പലയിടങ്ങളിൽ ഇപ്പോൾ LDFന്റെ മുന്നണി ബന്ധം ശിഥിലമാവുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ മുതുവല്ലൂരും അതുപോലെ തന്നെ താഴേക്കോടും പെരിന്തൽമണ്ണ നഗരസഭയിലും വെട്ടത്തൂരും ഒക്കെ തന്നെ സമാനമായ രീതിയിലേക്ക് ചിത്രങ്ങളിലേക്കാണ് പോകുന്നത്.